ശൈത്യകാലത്ത് ഭക്ഷണരീതികളിൽ നമ്മൾ ചില മാറ്റങ്ങൾ വരുത്താറുണ്ട്. തണുപ്പ് കൂടുന്നത് കൊണ്ട് ആരോഗ്യകരവും പോഷകസമൃദ്ധവുമായിരിക്കണം ശൈത്യകാലത്തെ ഭക്ഷണരീതികൾ. മിക്ക വീടുകളിലും സാധാരണയായി ഉപയോഗിക്കുന്ന പച്ചക്കറികളിൽ ഒന്നാണ് കാബേജ്. ശൈത്യകാലത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഭവവും ആണിത്. തോരൻ വെച്ച് കഴിക്കാൻ മാത്രമല്ല സലാഡിലും സൂപ്പുകളിലുമൊക്കെ കാബേജ് ഉപയോഗിക്കാറുണ്ട്. കാബേജിന്റെ രുചിയും ആകൃതിയുമെല്ലാം നമ്മെ ആകർഷിക്കാറുണ്ടെങ്കിലും ഉയർന്ന അളവിൽ കീടനാശിനികളും മറ്റും ഉപയോഗിക്കുന്ന പച്ചക്കറി കൂടിയാണ് ഇത്. കൂടാതെ ഉയർന്ന അളവിൽ രോഗം പരത്തുന്ന വസ്തുക്കളും അണുക്കളുമൊക്കെ അടങ്ങിയിരിക്കുന്ന പച്ചക്കറി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കാബേജിന്റെ ഓരോ പാളിയും കൃത്യമായി വൃത്തിയാക്കേണ്ടതുണ്ട്. വീട്ടിൽ കാബേജ് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് നന്നായി വൃത്തിയാക്കാൻ സഹായിക്കുന്ന ചില നുറുങ്ങുകൾ ഇതാ. പുറത്തെ ഇലകൾ നീക്കം ചെയ്യുക. കാബേജിന്റെ പുറത്തെ ഇലകൾ നീക്കം ചെയ്യുക എന്നതാണ് ആദ്യഘട്ടമായി ചെയ്യേണ്ടത്. ഈ ഇലകൾ പൊതുവെ കേടായതും അഴുക്കുപുരണ്ടതുമായിരിക്കും. പാചകത്തിന് പൊതുവെ കാബേജിന്റെ പുറത്തെ ഈ ഇലകൾ ഉപയോഗിക്കാറില്ല. കാബേജിന്റെ അകത്തെ ഏതെങ്കിലും ഇലകൾക്ക് കേടുപാടുകൾ ഉണ്ടെന്ന് തോന്നിയാൽ അവയും ഉപേക്ഷിക്കുക. അടുത്തതായി കാബേജ് മുറിക്കുക. കാബേജ് 2 കഷ്ണമായോ അല്ലെങ്കിൽ 4 കഷ്ണമായോ മുറിക്കുക. കാബേജിന്റെ വലുപ്പത്തെ ആശ്രയിച്ചാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത്. ഓരോ കഷ്ണവും എടുത്ത് വൃത്തിയായി കഴുകാനിത് സഹായിക്കും. വലിയ കാബേജ് ആണെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളായി മുറിക്കുമ്പോൾ വൃത്തിയാക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. തണുത്ത വെള്ളത്തിൽ കഴുകുക. കയ്യിൽ ഒതുങ്ങുന്ന പാകത്തിൽ കാബേജ് മുറിച്ച് കഴിഞ്ഞാൽ ടാപ്പ് തുറന്നു വെച്ച് ഒഴുകുന്ന വെള്ളത്തിൽ ഓരോ കഷ്ണവും വൃത്തിയായി കഴുകുക. കൈ ഉപയോഗിച്ച് വൃത്തിയാക്കി കഴുകുക. പാളികൾക്കിടയിൽ അഴുക്കോ മാലിന്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വൃത്തിയായി കഴുകുക. അണുക്കളെ ശരിയായി നീക്കം ചെയ്ത് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രം വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് ആ വെള്ളത്തിൽ കാബേജ് മുക്കിവെക്കുക. 10 മുതൽ 15 മിനിറ്റ് വരെ ഉപ്പുവെള്ളത്തിൽ മുക്കിവെക്കാം. കാബേജിനുള്ളിൽ എന്തെങ്കിലും അഴുക്കോ അണുക്കളോ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാൻ ഉപ്പുവെള്ളം സഹായിക്കും. ഉപ്പുവെള്ളത്തിൽ മുക്കിവെച്ചതിനു ശേഷം കാബേജ് തെളിഞ്ഞ വെള്ളത്തിൽ നന്നായി കഴുകുക. കഴുകിക്കഴിഞ്ഞതിനു ശേഷവും കാബേജ് ഒന്നുകൂടി നോക്കുന്നത് നന്നായിരിക്കും. എന്തെങ്കിലും പ്രാണികളോ ജീവികളോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും. കാബേജ് ഒരിക്കൽ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ പാചകം ചെയ്യുന്നതിനു മുമ്പ് അതിലെ വെള്ളം വാർന്നു പോകാൻ അനുവദിക്കുക. വെള്ളം ഒപ്പിയെടുക്കാൻ കിച്ചൺ ടവലുകളോ പേപ്പർ ടവലുകളോ ഉപയോഗിക്കാവുന്നതാണ്. കാബേജിൽ അമിതമായുള്ള വെള്ളം ഒപ്പിയെടുക്കാൻ ഇത് സഹായിക്കുന്നു. വെള്ളം നീക്കം ചെയ്തതിനു ശേഷം കറിക്ക് വേണ്ടിയോ സാലഡിനു വേണ്ടിയോ കാബേജ് അരിയാവുന്നതാണ്.